അക്ഷരവെളിച്ചം പകർന്ന ഡോക്ടർ മജീദ് ഖാൻ നെയ്യാറ്റിൻകര വിട ചൊല്ലി. നൂറുൽ ഇസ്ലാം സർവകലാശാല ചാൻസലറും നൂറുൽ ഇസ്ലാം സ്ഥാപനങ്ങളുടെ ചെയർമാനുമായ ഡോക്ടർ എ.പി. മജീദ് ഖാൻ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്നലെയാണ് അന്തരിക്കുന്നത്. മരണവാർത്ത അറിഞ്ഞ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി പേരാണ് അവസാനമായി ഒരു നോക്ക് കാണാനും അന്തിമോപചാരം അർപ്പിക്കുവാനും നെയ്യാറ്റിൻകര മജീദ് ഖാന്റെ വസതിയിലെത്തിയത്. രാവിലെ തക്കല നൂറുൽ ഇസ്ലാം സർവകലാശാലയിലും തുടർന്ന് നെയ്യാറ്റിൻകരയിലെ വസതിയിലും നടന്ന പൊതുദർശനത്തിൽ ആയിരങ്ങൾ യാത്രയയപ്പ് നൽകി. പൂർവ്വ വിദ്യാർത്ഥികൾ, ജീവനക്കാർ, നാട്ടുകാർ, വിദ്യാർത്ഥികൾ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. നിയമസഭാ സ്പീക്കർ എ.എൻ. ഷംസീർ, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി.ആർ. അനിൽ തുടങ്ങിയ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് നെയ്യാറ്റിൻകര ടൗൺ ജുമാ മസ്ജിദിൽ ഖബറടക്കം നടന്നു. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഉന്നത വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന വ്യക്തിത്വമായിരുന്നു ഡോക്ടർ മജീദ് ഖാൻ. അമരവിളയിൽ NIIT എന്ന പേരിൽ കേരളത്തിലെ ആദ്യ സ്വകാര്യ സാങ്കേതിക പരിശീലന കേന്ദ്രം ആരംഭിച്ചുകൊണ്ട് അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് ചരിത്രം സൃഷ്ടിച്ചു. നൂറുൽ ഇസ്ലാം ട്രസ്റ്റിന്റെ 50ാം വാർഷികത്തിനോടനുബന്ധിച്ച് അദ്ദേഹം സ്ഥാപിച്ച നെയ്യാറ്റിൻകര നിംസ് മെഡിസിറ്റി ആരോഗ്യരംഗത്തെ വലിയൊരു ചുവടുവയ്പായി മാറി.